ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന മന്നയിൽ 42-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ തിരുവചനമാണ് കർത്താവ് നമ്മോട് ഇടപെടുന്നത്. ദൈവത്തോട് പ്രത്യാശയോടെയുള്ള പ്രാർത്ഥന. കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ് 42-ാം അധ്യായമെങ്കിൽ അതിനകത്ത് 11-ാമത്തെ അധ്യായം എന്ന് എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലേ, ദൈവത്തിൽ പ്രത്യാശയുള്ളവരായി മാറുക. ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഏത് ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ ബലത്തോടെ നടത്താൻ ദൈവത്തിന് കഴിവുണ്ട് എന്ന് പ്രത്യാശിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഒരിക്കലും പരാജിതരാകത്തില്ല. ഇന്ന് പലപ്പോഴും മനുഷ്യൻ ഭയപ്പെട്ടും നിരാശപ്പെട്ടും ഇരിക്കുന്നതിന്റെ കാരണം തന്റെ ദൈവമായ യഹോവയിലുള്ള വിശ്വാസം പലപ്പോഴും ഊട്ടി ഉറപ്പിക്കാൻ കഴിയാത്തതാണെങ്കിൽ 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ ഒരു വ്യക്തിയെ കാണിക്കുന്നു. സാധാരണ വ്യക്തിയല്ല, യഹൂദ രാജാവായ ആസയാണ്. ഈ ആസ ചെയ്തത് അശോര പ്രതിഷ്ഠകളെ വെട്ടി സ്തംഭ വിഗ്രഹങ്ങളെ ഉടച്ച് യഹൂദയിൽ യഹോവയ്ക്ക് സ്തുത്യർഹമായ നിലവാരത്തിൽ പ്രവർത്തി ചെയ്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ താൻ ഒരു പ്രതിസന്ധിയുടെ നടുവില. മറ്റൊന്നുമല്ല, കൂശനായ സേരഹ് തന്റെ സൈന്യങ്ങളോടുകൂടെ കടന്നു വന്ന് ആസയ്ക്കെതിരെ നിൽക്കുമ്പോൾ ആസ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, യഹോവേ, ബലവാനും ബലഹീനും തമ്മിൽ സംവാദമുണ്ടായാൽ ബലഹീനന് വേണ്ടി അങ്ങല്ലേ പ്രവർത്തിക്കുന്നത് എന്ന് പ്രാർത്ഥിച്ച് പ്രത്യാശയോടെ പ്രാർത്ഥിച്ച ആസയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തി കാണുവാൻ ഇടയായെങ്കിൽ സേരഹിന്റെ തന്ത്രങ്ങളും മന്ത്രങ്ങളും തേരഹിന്റെ തേരഹിന്റെ സൈന്യബലങ്ങളൊന്നും ആസയ്ക്കെതിരെ വിലപ്പോകാൻ ദൈവം അനുവദിച്ചില്ലെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിനക്കെതിരെ ഒരായുധവും ഫലിക്കുകയില്ല, നിനക്കെതിരെ ഒരു ദോഷവും സംഭവിക്കുകയില്ല, ഒരു ബാധ നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. കാരണം നിന്റെ ദൈവമായ യഹോവ നിന്നെ പരിപാലിക്കുന്ന ദൈവമാണ്. ഏത് പ്രതിസന്ധിയുടെ നടുവിലും കണ്ണുനീർ താഴ്വരയുടെ നടുവിലും തീയുടെ നടുവിലും വെള്ളത്തിലും നിന്നെ സൂക്ഷിപ്പാൻ കഴിയുന്ന സർവശക്തനായ ഒരു കർത്താവിനെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുകയും സേവിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നത് കൊണ്ട് ധൈര്യത്തോടെ പ്രാർത്ഥന പ്രത്യാശയുള്ളവരായി മാറുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നമ്മുടെ ദൈവം നമ്മെ കൈവിടാത്ത ദൈവമാണ്, ബലത്തോടെ നടത്തുന്ന ദൈവമാണ്. ആ ദൈവം ഇന്നും എന്നേക്ക് നമ്മുടെ ദൈവം തന്നെ. അതുകൊണ്ട് നമുക്ക് അവൻ പ്രത്യാശയോടെ മുന്നേറാം. പ്രത്യാശയുള്ളവരായി വിഷാദിച്ച് ഞരങ്ങുവാനല്ല, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. നിന്റെ ശുഭഭാവിയിലേക്ക് നയിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാം. നല്ലൊരു ദിനം ആശംസിക്കുന്നു. God bless you all.